ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത് നമുക്കൊരു വീഡിയോ ആക്കിക്കൂടാണ്. വാ അപ്പം അത് നമുക്ക് വീഡിയോ ആക്കിയാലോ. ഏകദേശം കൊറോണയുടെ സമയത്തായിരുന്നു ഞങ്ങൾ കേക്ക് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്റർ ആയിരുന്നു. നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ബർത്ത്ഡേ, അതുപോലെ തന്നെ ആനിവേഴ്സറി, ഇതൊക്കെ വരുന്ന സമയത്തായിരുന്നു ഞങ്ങൾ കേക്ക് കൂടുതലും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി. അങ്ങനെ അവർക്കും കൂടി ചെയ്തു കൊടുക്കാൻ തുടങ്ങി. പിന്നീട് ഇടയ്ക്ക് എപ്പോഴോ വെച്ച് ഇതങ്ങ് നിർത്തി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് വന്നു. എൻ്റെ ബിസി ലൈഫിൽ നിന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേനും ഫുള്ള് ഫ്രീ ആയി മാറി. ആദ്യമൊക്കെ അത് ഞാൻ നന്നായി എൻജോയ് ചെയ്തു. പിന്നീട് എനിക്ക് തന്നെ മനസ്സിലായി ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര മടുപ്പുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആ മടുപ്പിനെ മറികടക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കോഫി ഹൗസിൽ ഫാമിലീസും അതുപോലെ ബാച്ചിലേഴ്സും ഒക്കെ കുറച്ച് ഓർഡറൊക്കെ തരാനും തുടങ്ങി. അങ്ങനെ അത് എനിക്കൊരു ചെറിയ പോക്കറ്റ് മണി ഏൺ ചെയ്ത് തരാനും വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നോർത്ത് ഇന്ത്യയിലെ കേക്കൊന്ന് കഴിച്ചു നോക്കണം, അപ്പോഴേ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ കേക്ക് ബേക്കിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഡെക്കറേഷൻ്റെ എല്ലാ സാധനങ്ങളൊന്നും ഇവിടെ കിട്ടാനേ പോകുന്നില്ല. അങ്ങനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് എൻ്റെ പരിധിക്കുള്ളിൽ നിന്നിട്ടാണ് ഞാൻ ഓരോ കേക്കും ചെയ്തെടുക്കാറുള്ളത്. പിന്നെ കേക്ക് ബേക്കേഴ്സായ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണേ. ഞാൻ എൻ്റെ പരിധിക്കുള്ളിൽ ചെയ്തെടുക്കുന്ന കേക്കുകളാണ് ഇത് മൊത്തം. കേക്ക് നല്ല രുചിയോടെ ഉണ്ടാക്കി അതിൽ നമ്മുടെ സ്നേഹവും കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുക. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്ലൈ ഉണ്ട്, അത് ശരിക്കും ഒരു മനസ്സുഖം തരുന്നൊരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല. പിന്നെ കേക്ക് ഉണ്ടാക്കുക എന്നത് ഒരു മെനക്കെട്ട പണിയാണെങ്കിലും ഞാൻ ഈ പണി ശരിക്കും സമാധാനത്തോടു കൂടെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കേക്ക് വിശേഷം.